വെൽക്കം ബാക്ക് ടു എഞ്ചിനീയേഴ്സ് അക്കൗണ്ട്സ് ആൻഡ് കോമേഴ്സ്. അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ട്. സെയിൽ ഓഫ് അസറ്റ് റെക്കോർഡ് ചെയ്യാനായി ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ടാണ് അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ട്. അസറ്റിൻ്റെ സെയിൽ ഒന്നുകിൽ അസറ്റ് അക്കൗണ്ടിൽ തന്നെ റെക്കോർഡ് ചെയ്യാം, അതല്ലെങ്കിൽ അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അവിടെ റെക്കോർഡ് ചെയ്യാം. എങ്ങനെയാണ് സെയിൽ ഓഫ് അസറ്റ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നതെന്ന് നമ്മൾ മുൻപത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ടിൽ എങ്ങനെ റെക്കോർഡ് ചെയ്യാമെന്ന് നോക്കാം. സാധാരണയായി പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലാണ് സെയിൽ ഓഫ് അസറ്റിൻ്റെ സമയത്ത് അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. എല്ലായ്പ്പോഴുമല്ല, ജനറലി അങ്ങനെയുള്ളപ്പോഴാണ്. ഇനി അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് ടു പ്രൊവൈഡ് എ കംപ്ലീറ്റ് ആൻഡ് ക്ലിയർ വ്യൂ ഓഫ് ഓൾ ദ ട്രാൻസാക്ഷൻസ് ഇൻവോൾവ്ഡ് ഇൻ ദ സെയിൽ ഓഫ് എൻ അസറ്റ് അണ്ടർ വൺ അക്കൗണ്ട്. സെയിൽ ഓഫ് അസറ്റിൽ ഇൻവോൾവ് ചെയ്യുന്ന എല്ലാ ട്രാൻസാക്ഷൻസും ഒരു അക്കൗണ്ട് ഹെഡിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. സെയിൽ ഓഫ് അസറ്റിൽ ഇൻവോൾവ് ചെയ്യുന്ന എല്ലാ ട്രാൻസാക്ഷൻസും അല്ലെങ്കിൽ ഡീറ്റെയിൽസും എന്ന് പറയുമ്പോൾ ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദ അസറ്റ്, ഡിപ്രീസിയേഷൻ അക്യുമുലേറ്റഡ് ഓൺ ദ അസറ്റ്, സെല്ലിംഗ് പ്രൈസ് ഓഫ് ദ അസറ്റ്, ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ ഡിസ്പോസൽ എക്സെട്ര. ദെൻ അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ടിൽ നിന്ന് തന്നെ ലഭിക്കും. നമ്മൾ മുൻപ് പറഞ്ഞു, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലാണ് സാധാരണയായി സെയിൽ ഓഫ് അസറ്റിൻ്റെ സമയത്ത് അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെന്ന്. ദെൻ അങ്ങനെയാണെങ്കിൽ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ ഏതെല്ലാം എൻട്രീസാണ് അവിടെ റെക്കോർഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദ അസറ്റ്, ഡിപ്രീസിയേഷൻ അക്യുമുലേറ്റഡ് ഓൺ ദ അസറ്റ്, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ടിൽ നിന്ന് തന്നെ ലഭിക്കുമെന്ന് പറഞ്ഞു. ഈ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഓൾറെഡി റെക്കോർഡ് ചെയ്തതാണ്. അസറ്റിൻ്റെ ഒറിജിനൽ കോസ്റ്റ് അസറ്റ് അക്കൗണ്ടിലുണ്ട്, അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിലുമുണ്ട്. ദെൻ സെയിൽ ഓഫ് അസറ്റിൻ്റെ സമയത്ത് ഈ ഡീറ്റെയിൽസ് എല്ലാം ആ അക്കൗണ്ടുകളിൽ നിന്ന് അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ദെൻ നമുക്ക് ഓരോരോ എൻട്രീസായി എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം ടു ട്രാൻസ്ഫർ ദ ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദ അസറ്റ് ടു ഡിസ്പോസൽ അക്കൗണ്ട്. അസറ്റിൻ്റെ ഒറിജിനൽ കോസ്റ്റ് അസറ്റ് അക്കൗണ്ടിലുണ്ട്, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ അസറ്റ് എല്ലാ വർഷവും അതിൻ്റെ ഒറിജിനൽ കോസ്റ്റിൽ തന്നെയായിരിക്കും ബാലൻസ് ഷീറ്റിൽ അപ്പിയർ ചെയ്യുന്നത്. ദെൻ ഇപ്പോൾ സെയിൽ ഓഫ് അസറ്റിൻ്റെ സമയത്ത് ആ ഒറിജിനൽ കോസ്റ്റ് നമുക്ക് അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അസറ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ബാലൻസ് ആണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അതിനായി അസറ്റ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യാം. ഈ ഡെബിറ്റ് ബാലൻസ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ടിലേക്കാണ്. ദെൻ അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ടിനെ ഡെബിറ്റും ചെയ്യാം. ദെൻ എൻട്രി വരുന്നത് അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ട് ടു അസറ്റ് അക്കൗണ്ട്. ഇപ്പോൾ ഒറിജിനൽ കോസ്റ്റ് ട്രാൻസ്ഫർ ചെയ്തു. ഇനി അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ട്രാൻസ്ഫർ ചെയ്യണം. ടു ട്രാൻസ്ഫർ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ അപ് ടു ദ ഡേറ്റ് ഓഫ് സെയിൽ, സെയിലിൻ്റെ ഡേറ്റ് വരെയുള്ള അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ. അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ബാലൻസ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതിനായി പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യാം. ഇനി ഈ ബാലൻസും ട്രാൻസ്ഫർ ചെയ്യുന്നത് അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ടിലേക്കാണ്. ദെൻ ക്രെഡിറ്റ് അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ടിന്. ദെൻ എൻട്രി പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ടു അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ട്. ഇനി സെയിൽ റെക്കോർഡ് ചെയ്യാം. ടു റെക്കോർഡ് ദ സെയിൽ പ്രൊസീഡ്സ്. അസറ്റ് സെയിൽ ചെയ്തു, ക്യാഷ് റിസീവ് ചെയ്തു. ദെൻ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യാം. സാധാരണ അസറ്റ് സെയിൽ ചെയ്യുമ്പോൾ അസറ്റ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യും. ഇവിടെ അസറ്റ് അക്കൗണ്ടിൻ്റെ ബാലൻസ് നമ്മൾ അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. ദെൻ ഇപ്പോൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത് അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ടിനെ. ദെൻ എൻട്രി വരുന്നത് ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ടു അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ട്. ഇനി അസറ്റ് ലോസിലാണ് സെയിലെങ്കിൽ ആ ലോസ് നമുക്ക് റെക്കോർഡ് ചെയ്യണം. ലോസ് ആയതുകൊണ്ട് തന്നെ ലോസ് അക്കൗണ്ടിനെ നമുക്ക് ഡെബിറ്റ് ചെയ്യാം. ടു റെക്കോർഡ് ദ ലോസ് ഓൺ സെയിൽ. ദെൻ എൻട്രി വരുന്നത് ലോസ് ഓൺ ഡിസ്പോസൽ അക്കൗണ്ട് ടു അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ട്. ഇനി സെയിലിൽ ലോസ് അല്ല ഗെയിൻ ആണെങ്കിൽ ആ ഗെയിൻ റെക്കോർഡ് ചെയ്യാനായി ടു റെക്കോർഡ് ദ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓർ ഗെയിൻ ഓൺ സെയിൽ. ദെൻ എൻട്രി വരുന്നത് അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ട് ടു പ്രോഫിറ്റ് ഓൺ ഡിസ്പോസൽ. ആദ്യത്തെ 3 എൻട്രീസും അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് വരുന്നത് ഒന്നുകിൽ ലോസ് ആണെങ്കിൽ ലോസ് ഓൺ സെയിൽ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഓൺ സെയിലോ ആയിരിക്കും. ഓക്കെ, ഈ പ്രോഫിറ്റ് ഓൺ സെയിലോ ലോസ് ഓൺ സെയിലോ ആയാലും ഇത് രണ്ടും ഇതിലേതായാലും അത് അക്കൗണ്ടിങ് ഇയറിൻ്റെ അവസാനം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇപ്പോൾ നമ്മളത്
ലോസ് ആണെങ്കിൽ ലോസ് ഓൺ സെയിൽ അക്കൗണ്ടിലേക്കും പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് ഓൺ സെയിൽ അക്കൗണ്ടിലേക്കും മാറ്റി. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ വേണം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.